നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ റോസ്മലയിൽ ഘട്ടം ഘട്ടമായി വികസനമെത്തിക്കുമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. അംഗൻവാടികളിൽ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തുമെന്നും MP. ചികിത്സാ പിഴവിനെ തുടർന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ആശുപത്രിയിലെ അഴിമതിയും മരണങ്ങളും അന്വേഷിക്കണമെന്നും ആവശ്യം. പത്തനാപുരത്തെ രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച്. മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തത് MLAയുടെ കഴിവുകേടെന്നും ആക്ഷേപം. ചിതറയിൽ 11.82 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് DPC അംഗീകാരം. റോഡ് നവീകരണത്തിനും വികസനത്തിനുമായി 5.5 കോടി രൂപയുടെ അനുമതി. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ റോസ്മലയിൽ ഘട്ടം ഘട്ടമായി വികസനമെത്തിക്കുമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. റോസ്മലയിൽ UDF പ്രവർത്തകർ ഏർപ്പെടുത്തിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തുണ്ട്, മറ്റ് MLA ഉണ്ട്, മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ ഗ്രാമീണ വികസന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, അതല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കാം. ഘട്ടം ഘട്ടമായി ഈ റോഡ് നമുക്ക് പുനരുദ്ധരിച്ച് പൂർത്തീകരിക്കണം. ആ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച് സാധ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സർവ്വ നടപടികളും ആ കാര്യത്തിലും സ്വീകരിക്കും. അറിയിച്ചിരുന്നതിലും 1 മണിക്കൂർ വൈകിയാണ് MP എത്തിയതെങ്കിലും റോസ്മല നിവാസികൾ MPക്ക് സ്വീകരണം നൽകാനായി റോസ്മലയിൽ കാത്തുനിന്നു. തങ്ങളുടെ ദുരിത ജീവിതം MPയെ നേരിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥലവാസികൾ ഭൂരിഭാഗവും ചടങ്ങിൽ പങ്കെടുത്തു. ടാറിട്ട റോഡോ വൈദ്യുതിയോ മൊബൈൽ ടവറോ ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന റോസ്മല നിവാസികൾ നിവേദനത്തിലൂടെയും മറ്റും MPയെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി. റോസ്മലയിലെത്തിയ NK പ്രേമചന്ദ്രൻ MPക്ക് നിവേദനങ്ങളുടെ പെരുമഴയായിരുന്നു. പിഞ്ചുകുഞ്ഞുങ്ങളും പ്രായം ചെന്നവരുമടക്കം അവരുടെ ആവശ്യങ്ങൾ MPയെ നിവേദനത്തിലൂടെ ബോധിപ്പിച്ചു. ഇതിനിടെ ഒരു വീട്ടമ്മ MPയോട് പറഞ്ഞത് ഇങ്ങനെ: ഈ ആവശ്യങ്ങൾ എല്ലാം നടത്തണമെന്നില്ല, പക്ഷേ 2 എണ്ണമെങ്കിലും നടപ്പായി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, UDF നേതാക്കളായ നാസർ ഖാൻ, കുളത്തൂപ്പുഴ സലീം, G വിജയകുമാർ, VT കുര്യൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അംഗൻവാടികളിൽ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് NK പ്രേമചന്ദ്രൻ MP. ചിത്രയിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 46 അംഗൻവാടികളിൽ നിന്നും പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുക്കുന്ന മികച്ച 6 അംഗൻവാടികളിൽ കുട്ടികൾക്ക് പഠിക്കുവാനായി കമ്പ്യൂട്ടറുകൾ നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്ന് MP പറഞ്ഞു. IT യുഗത്തിൽ അംഗൻവാടി തലം മുതൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകേണ്ടതിന്റെ ആവശ്യമുള്ള കാലഘട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കുറക്കോട് തിനവിള അംഗൻവാടി കെട്ടിട ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന, വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഒരു സമിതി കൂടി പരിശോധിച്ചതിന് ശേഷം ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിക്കുന്ന 6 അംഗൻവാടികൾ സെലക്ട് ചെയ്താൽ ആ അംഗൻവാടികൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ യുഗമാണ്. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ യുഗമാണ്. ഒരുപാട് ഇന്റർനെറ്റ് മുഖാന്തരം കമ്പ്യൂട്ടർ കുഞ്ഞുനാളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പരിശീലിക്കാനും കളിക്കാനും അവസരം ഒരുക്കുന്ന നിലയിലുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഉള്ളത്. 6 അംഗൻവാടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാൻ. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചികിത്സാ പിഴവിനെ തുടർന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ആശുപത്രിയിലെ അഴിമതിയും മരണങ്ങളും അന്വേഷിക്കണമെന്ന് ആവശ്യം. ചികിത്സാ പിഴവ് മൂലം നിരവധി കുട്ടികളും അമ്മമാരും മരിക്കാനിടയായ സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടർ സിന്ധിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൌൺ ചുറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. അമ്മമാരെ സോദരിമാരെ, നീ മണ്ണിൽ കരഞ്ഞെന്നാൽ, നീ മണ്ണിൽ കേടെന്നാൽ, തെരുവിലിറ
വെളിവിലിറങ്ങി നടക്കൂല. തുടർന്ന് നടന്ന ധർണ KPCC എക്സിക്യൂട്ടീവ് അംഗം പുനലൂർ മധു ഉദ്ഘാടനം ചെയ്തു. ഗൈനക്കോളജിസ്റ്റിന്റെ അശ്രദ്ധ മൂലം അടുത്തിടെ ആശുപത്രിയിൽ നടന്ന മരണങ്ങൾ മൂടിവെക്കപ്പെടുകയായിരുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളും പിന്മാറി നിൽക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നും 2 ഗൈനക്കോളജി ഡോക്ടർമാരുടെ ഒഴിവുള്ളപ്പോൾ ഒരാളെ മാത്രം നിയമിച്ചിരിക്കുന്നത് അഴിമതിയുണ്ടെന്നും പുനലൂർ മധു പറഞ്ഞു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചില ഉദ്യോഗസ്ഥന്മാരെ താലോലിക്കാൻ ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ധർമ്മം നിർവഹിക്കേണ്ട പത്രപ്രവർത്തകരടക്കമുള്ള ആളുകൾ അതൊക്കെ ഒഴിവാക്കുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രി വളരെ നാളുകളായി പ്രവർത്തിക്കുന്ന ഈ കിഴക്കൻ മലയോര മേഖലയിലെ മുഴുവൻ ആളുകളുടെയും ആശ്രയമാണ്. ഇവിടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടെ ചേർന്ന് ആശുപത്രി മൊത്തം ഭരിക്കുകയാണ് എന്ന മട്ടിൽ നിരാലംബരായ ആളുകൾക്ക് ആശ്രയം കൊടുക്കേണ്ട താലൂക്ക് ആശുപത്രി യഥേഷ്ടമായി കയ്യിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതിന്റെ പരിണത ഫലമായിട്ടാണ് എന്റെ അടുത്ത് നിൽക്കുന്ന 2.5 വയസ്സുള്ള കുട്ടിയുടെ മാതാവ് ലീനുവും അതിന്റെ ഇളയ കുട്ടിയും കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 9ഓളം മരണം ഈ ആശുപത്രിയിലെ പ്രസവ വാർഡുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് മണിയാർ എരിച്ചക്കൽ ഒരു കുട്ടി മരിച്ചു. ആനവട്ടംകോക്കിൽ ഒരു ആദിവാസി സ്ത്രീയും ഗർഭസ്ഥ അവസ്ഥയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നതാണ്. ധർണയ്ക്ക് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സാബു അലക്സ്, സി വിജയകുമാർ, നെട്ടയം സുജി, TS ഷൈൻ, ജ്യോതികുമാർ, മാത്രഗോപി, നാസർ, രഘുനാഥൻ നായർ, സന്ധ്യ തുളസീധരൻ, അഡ്വക്കേറ്റ് ജിഷ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മൻസൂർ, വിപിൻ, മാത്ര രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്തെ രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച്. മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തത് MLAയുടെ കഴിവുകേടാണെന്ന് ആക്ഷേപം. പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് 100 മീറ്റർ അകലെ പത്തനാപുരം CI വേലായുധൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. ആനയുള്ള MLA, മഹാലക്ഷ്മിയുടെ മോനെ എവിടെ പോയി? ജയ് ബോലോ ജയ് ഭാരത് മാതാ. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളിമൺ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം പരിഹരിക്കപ്പെടേണ്ടത് MLA അല്ല എന്ന് വിധി എഴുതിയതാരാ? ഇവിടുത്തെ UDFന്റെ അംഗങ്ങളാണ്. മറിച്ച് ഇവിടുത്തെ പത്തനാപുരത്തെ ഗ്രാമപഞ്ചായത്തിന്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി തയ്യാറായി. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഈ പത്തനാപുരം പഞ്ചായത്തിലെ UDF മെമ്പർമാർ ഞങ്ങളിലല്ല ഈ ദൗത്യം, മറിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന പത്തനാപുരത്തെ ഈ പഞ്ചായത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തയ്യാറാവുമ്പോ എന്തുകൊണ്ട് UDF മെമ്പർമാരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പഞ്ചായത്ത് സമിതിക്കുള്ളിൽ അങ്ങനെ ഒരു പഞ്ചായത്തിന്റെ വ്യക്തിഗതമായ കാര്യമാണ് എങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്തിനുള്ളിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? നിയോജക മണ്ഡലത്തിലെ മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള തർക്കം പോലും പരിഹരിക്കാൻ സാധിക്കാത്തത് MLAയുടെ കഴിവുകേടാണെന്നും MLAയുടെ സമയം മുഴുവൻ കുടുംബ പ്രശ്നങ്ങളും വിവാദ വിഷയങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ MLAക്ക് സമയക്കുറവുണ്ട്. നമ്മുടെ MLAയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ 140 മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLAയിൽ വളരെയധികം പ്രതിസന്ധിയിൽ സങ്കീർണമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു MLAയാണ് പത്തനാപുരത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ പത്തനാപുരത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ രക്ഷിക്കുന്നു. യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് രമേശ് മേലില അധ്യക്ഷനായിരുന്നു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി മുഖ്യ പ്രഭാഷണം നടത്തി. മാർച്ചിനും ധർണയ്ക്കും പാതിരിക്കൽ ശശിധരൻ, ഇരന്നൂർ രതീഷ്, ദിബിൻ തലവൂർ, സുജി കവലയിൽ, രമേശൻ, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ
11.82 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് DPC അംഗീകാരം. റോഡ് നവീകരണത്തിനും വികസനത്തിനുമായി 5.5 കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചത്. 11.82 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. റോഡുകളുടെ വികസനത്തിന് 5.5 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. അംഗൻവാടികളുടെ പ്രവർത്തനം, കുടുംബശ്രീ അംഗങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ, കുടിവെള്ളം, കൃഷിവകുപ്പുമായി സഹകരിച്ച് കർഷക മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പദ്ധതികൾക്കും അംഗീകാരമായിട്ടുണ്ട്. പ്രധാന ജംഗ്ഷനുകളിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, സൈഡ് വാൾ, കല്ലുവട്ടാൻകുഴി റോഡിന്റെ നവീകരണത്തിന് 25 ലക്ഷം, SC/ST വിഭാഗത്തിലെ കുട്ടികൾക്ക് ഫീസ്, സൈക്കിൾ വിതരണം, കോഴി ഫാം, ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ അംഗീകാരം ലഭിച്ച പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ നവീകരണ പ്രവർത്തനത്തിനാണ് ഏകദേശം 5.5 കോടി രൂപയുടെ റോഡിന്റെ വികസന പദ്ധതിയാണ്. സമഗ്രമായ കുടിവെള്ള വിതരണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ, കാർഷിക മേഖലയിലൂടെ ഒരു പുത്തൻ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾക്ക് കൃഷി വകുപ്പിന്റെ സഹായത്തോടെ അംഗീകാരം നേടിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നു. നിർഭയമായി യാത്ര ചെയ്യുന്നതിന് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 25 യുവതികൾക്ക് ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിട്ടുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലൈറ്റ് എത്തിക്കുന്നതിന് LED ഹൈമാസ്റ്റ് ലൈറ്റുകൾ 4 പ്രധാന ജംഗ്ഷനിൽ സ്ഥാപിക്കുന്നതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. എല്ലാ SC വിഭാഗം ഹൈസ്കൂൾ തല കുട്ടികൾക്കും പഠന സഹായമായി സൈക്കിൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. കോഴി വളർത്തുന്നതിന് ഉള്ള പ്രചോദനം നൽകുന്നതിനായി സ്കൂൾ പൗൾട്രി ക്ലബ്ബ് നടപ്പിലാക്കുന്നതിന് പദ്ധതിയിൽ അംഗീകാരം കിട്ടി. അതുപോലെ തന്നെ നാട്ടിലെ അവശേഷിക്കുന്ന പ്രധാന ജംഗ്ഷനുകളിൽ കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. PH സെന്ററുകളുടെ പുരോഗതിക്ക് വേണ്ടി മാങ്കോട് PH സെന്ററിൽ ലാബ് തുടങ്ങുന്നതിനുള്ള അനുമതി കിട്ടി. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചക്കമലയിൽ 1.25 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടി. അടുത്ത മാസത്തോടുകൂടി അത് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള പരിപാടികൾ ആരംഭിച്ചു. അല്ലേ? ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കുളത്തൂപ്പുഴ ടൗണിൽ 15 ദിവസത്തിനകം ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനമെടുത്തത് ട്രാഫിക് ഉപദേശക സമിതിയുടെ യോഗത്തെ തുടർന്ന്. മാസങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്തും പോലീസും പൊതുമരാമത്ത് വിഭാഗവും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്ത ട്രാഫിക് ഉപദേശക സമിതി യോഗം കുളത്തൂപ്പുഴയിൽ ചേർന്നിരുന്നു. കുളത്തൂപ്പുഴ ടൗണിലെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിരുന്നു ഇത്. അന്ന് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിരുന്നില്ല. ഇതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും അഞ്ചൽ മടത്തറ തെന്മല പാതയിൽ 50 മീറ്റർ ചുറ്റളവിൽ വാഹന പാർക്കിംഗ് നിരോധിക്കാനും അശാസ്ത്രീയമായ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ നിജപ്പെടുത്താനും അനധികൃത ഓട്ടോറിക്ഷകളുടെ സർവീസ് തടയുന്നതിനും യോഗത്തിൽ തീരുമാനമായി. 15 ദിവസത്തിനുള്ളിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം. പോലീസ്, പഞ്ചായത്ത് അധികൃതരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഓട്ടോറിക്ഷ ടാക്സി യൂണിയൻ അടക്കം നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് ഫാൽക്കൺ ബേക്കറി തുടങ്ങി ഫെയ്ത്ത് ഹോം വരെ പാർക്ക് ചെയ്യാവുന്നതാണ്. 407 ടെമ്പോ വാഹനങ്ങൾ മാവേലി സ്റ്റോർ കഴിഞ്ഞുള്ള ഇടതുവശത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. മാർക്കറ്റ് കച്ചവടക്കാർ റോഡിൽ നിന്ന് അന്ന് പറഞ്ഞിരുന്നത് 3 മീറ്റർ മാറി അകത്തേക്ക് കച്ചവട സാധനങ്ങൾ വെക്കുകയും സിറ്റി വാക്കർ കടയുടെ പ്രദേശത്തുള്ള ചിക്കൻ കടയുടെ സൈഡ് വരെ മാത്രം സ്ഥലം ഉപയോഗിക്കാൻ പാടുള്ളൂ. ജ്യോതി ഹോട്ടൽ മുതൽ കുരിശടി വരെ വൈരമൺ ഗ്ലാസ് വരെയുള്ള ഭാഗങ്ങൾ 2 വീലർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമായി മാറ്റണം എന്നാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. NK പ്രേമചന്ദ്രൻ MP-യുടെ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾ സമാപിച്ചു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ മാമ്പഴത്തറയിലായിരുന്നു സ്വീകരണ സമാപനം. ചെങ്കോട്ട വഴി ആര്യങ്കാവിലെത്തിയ MP-യെ ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചു. സനൽ, അളവൈ, പ്ലഗം, ഈശ്വരൻ, രാജ്ഞി, സജിനി, ജയൻ, തമ്പി, കൺവീനർ അച്ചകുഞ്ഞ്, ജയശീലൻ, മോനച്ചൻ, രാജൻ,
ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ആറോ ജംഗ്ഷൻ, ഇരുളൻകാട് കേന്ദ്രങ്ങളിലും തോട്ടം മേഖലകളായ ഫ്ലോറൻസ്, ആനച്ചാടി, അമ്പനാട്, 2ാം ഡിവിഷൻ, പൂത്തോട്ടം, നെടുമ്പാറ എന്നിവിടങ്ങളിലും വമ്പിച്ച സ്വീകരണമാണ് പ്രവർത്തകർ എംപിക്കായി ഒരുക്കിയത്. ഇതിനിടെ ഇടപ്പാളയത്ത് ഒരു മരണ വീട്ടിലും എംപി സന്ദർശനം നടത്തി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണ പരിപാടികൾ അവസാനിച്ചപ്പോൾ രാത്രി 8 മണി. തുടർന്ന് തെന്മല ഗ്രാമപഞ്ചായത്തിലെ നാഗമലയിലെത്തിയ അദ്ദേഹത്തെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സ്വീകരിച്ചു. തുടർന്ന് കുറവൻ താവളത്തും മാമ്പഴത്തറയിലും സ്വീകരണം നൽകി. മാമ്പഴത്തറയിലെ സ്വീകരണ പരിപാടികൾ അവസാനിച്ചതോടെ 20 ദിവസം നീളുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്കാണ് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പത്തനാപുരത്ത് ബൈക്കപകടത്തിൽ യുവാവ് മരിച്ചു. പത്തനാപുരം ഇടത്തറ പൂവണ്ണാൽപുരയിടത്തിൽ സിദ്ദിഖ്, ആമിന ദമ്പതികളുടെ മകൻ 22-കാരനായ സിയാദാണ് അപകടത്തിൽ മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 പത്തനാപുരം നടുക്കുന്ന് ജംഗ്ഷന് സമീപം വെച്ച് സിയാദ് സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റ സിയാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം ഇടത്തറ ജുമാ മസ്ജിദിൽ നടന്നു. സിറാജാണ് ഏക സഹോദരൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദ്യാഭ്യാസത്തിനു പുറമെ കുഞ്ഞുങ്ങളുടെ ശാരീരിക മാനസിക വികാസമാണ് അംഗൻവാടികളിൽ ലക്ഷ്യമിടുന്നതെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ ചിതറ കുറക്കോട് തിനുവിള അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രീ പ്രൈമറി തലങ്ങളിൽ വിദ്യാഭ്യാസ സാഹചര്യമുണ്ടെങ്കിലും അണുകുടുംബങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പരിചരണവും പരിരക്ഷയും ലഭിക്കുന്നത് അംഗൻവാടി വിദ്യാഭ്യാസത്തിലൂടെയാണെന്നും MP കൂട്ടിച്ചേർത്തു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് അനുപേക്ഷണീയമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് കിൻഡർഗാർട്ടൻ വിദ്യാഭ്യാസം, KG വിദ്യാഭ്യാസവും പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും ഒക്കെ വളരെ സജീവമായി വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുമ്പോൾ പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ KG എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ആരംഭിച്ചാൽ മതി. അംഗൻവാടികൾ എന്ന് പറയുമ്പോൾ ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയിലും അണുകുടുംബ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 15-20 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കാരണവന്മാരും പിൻതലമുറക്കാരുമായിട്ടുള്ള ഒരു വലിയ ശൃംഖലയുണ്ട്. അപ്പൊ വീട്ടിൽ ആളുണ്ട്, അനക്കമുണ്ട്, കുഞ്ഞുങ്ങളും അതുപോലെ ഒട്ടനവധി സംഭവങ്ങളെല്ലാം. ഇന്ന് അങ്ങനെ നോക്കാൻ, കാണാൻ, പരിരക്ഷിക്കാൻ ആളില്ല. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ കൊല്ലായിൽ സുരേഷ് സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ BV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ, പഞ്ചായത്ത് അംഗങ്ങളായ തുമ്പമൺതൊടി രാജൻ, KB ശബരിനാഥ്, മുല്ലശ്ശേരി നജീം, പേഴുമൂട് സണ്ണി, CDPO ഷക്കീല BV, ICDS ചെയർപേഴ്സൺ C. വിജയ, അംഗൻവാടി പ്രവർത്തകരായ സോജാദേവി, രാജി രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കഴുതുരുട്ടിക്കും ഇടപ്പാളയത്തിനും മധ്യയുള്ള കലുങ്ക് തകർച്ച നേരിടുന്നു. കലുങ്ക് അപകടത്തിലായിട്ടും ദേശീയപാതാ വിഭാഗം നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ദേശീയപാത 744 കുറുകെ സ്ഥിതി ചെയ്യുന്ന കലുങ്കിലൂടെ ദിവസവും നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വാഹനങ്ങളിൽ ഏറിയ പങ്കും അമിതഭാരവുമായി വരുന്നവയാണ്. ബലക്ഷയം സംഭവിച്ച കലുങ്ക് ഏതു സമയവും നിലംപൊത്താവുന്ന സ്ഥിതിയുണ്ട്. കലുങ്കിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് ഇളകിമാറി കമ്പികൾ പുറത്തു കാണാം. ഈ കമ്പികൾ പലതും ദ്രവിച്ച് പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു. കലുങ്കിന് വശങ്ങളിലുള്ള കൈവരിയും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാത്രവുമല്ല, ഈ ഭാഗത്തെ റോഡിൽ കൊടും വളവാണ്. ഇവിടെ അപകടങ്ങളും പതിവായിട്ടുണ്ട്. ഈ ഭാഗത്തെ വളവ് നിവർത്തി കലുങ്ക് പുതുക്കിപ്പണിയണമെന്ന് കാട്ടി ദേശീയപാത വിഭാഗം അധികൃതരെ നാട്ടുകാർ സമീപിച്ചിരുന്നെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് സമീപവാസികൾ പറയുന്നു. പാല അപകടത്തിലായിട്ട് വർഷങ്ങളായി. NHന്റെ ഉദ്യോഗസ്ഥന്മാരെ പലതവണ ഇത് ഞങ്ങൾ ഈ സമീപവാസികൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരെ യാതൊരു നീക്കുപോക്കുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഇനി ദിവസേന ടണ്ണ് കണക്കിന് ലോഡ് കയറ്റി ഇവിടെ കൂടെ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. അതും പോരാത്തതിനൊരു വളവ് കൂടിയാണ്. ഈ വളവിൽ പല വട്ടവും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഇവിടെ മറിഞ്ഞിട്ടുണ്ട്. ഈ വളവ് പോലും ഒന്ന് നൂത്ത് കെട്ടാനെ കൊണ്ട് അവർ ഇതാവുന്നില്ല. ഒരുപാട് കൈവരികളില്ല. ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം സൈഡിൽ കൈവരികളില്ല. അപകടം പിന്നെ ഇത് പഴയ കെട്ടുകളെല്ലാം ഇടിഞ്ഞ് ഇതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയവും അവിടെ കൊണ്ടുവന്ന് വണ്ടി ആയിട്ടുള്ള വാഹനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആറ്റിൽ പോകുന്ന ഇതിലിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കടയ്ക്കൽ കാഞ്ഞിരത്തുമൂടും ജംഗ്ഷനിൽ ശുദ്ധജല വിതരണ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടൽ തുടർന്നതോടെ പ്രദേശത്തെ റോഡുകളും തകർച്ച നേരിടുകയാണ്. പാരിപ്പള്ളി മടത്തറ സംസ്ഥാന പാതയിലാണ് സംഭവം. ഉന്നതമർദ്ദത്തിൽ വെള്ളം പൊട്ടിയൊലിക്കുന്നത് അടുത്തിടെ പുതുക്കിയ പാതയുടെ തകർച്ചയ്ക്കും കാരണമാക്കുന്നുണ്ട്. പമ്പ് ഹൌസിൽ നിന്നും ജലം വിതരണം ചെയ്യുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കമാണ് കാരണം. ചിതറ, വളവുപച്ച, പേഴുമൂട്, മടത്തറ, ശിവൻമുക്ക് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതിനു പുറമെ കാഞ്ഞിരത്തുമൂട്ടിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇത് ജലവിതരണത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ളം എത്തുന്നത് ഇതുവഴിയാണ്. ദിവസങ്ങളായി ആശുപത്രിയിൽ കുടിവെള്ളം എത്തുന്നില്ല. പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം
ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ വകുപ്പ് തലത്തിൽ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിപ്പാഴാകുന്ന ജലത്തിന്റെയും ചെലവാകുന്ന വൈദ്യുതിയുടെയും ഭാരം വെള്ളക്കരം കൂട്ടി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന തിരക്കിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ നഗരസഭയിലെ മൈലക്കൽ വാർഡ് കുടുംബശ്രീയുടെ വാർഷിക സമാപനം ഞായറാഴ്ച നടക്കും. സംഘാടകർ പുനലൂരിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 14-ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കി വരുന്ന പാതയം പദ്ധതിക്ക് പ്രവർത്തകർ സമാഹരിച്ച തുക കൈമാറിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നിരവധി കർമ്മ പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കിയത്. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സൌജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, കുടുംബശ്രീ ഓഫീസ് ഉദ്ഘാടനം, കാറ്ററിംഗ് യൂണിറ്റ് ഉദ്ഘാടനം, ഉൽപ്പന്ന പ്രദർശന വിപണനമേള, കുടുംബശ്രീ ഫോട്ടോ പ്രദർശനം, കർഷക മേള എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. സമാപന സമ്മേളനത്തിന് വാർഡ് കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ്, വൈസ് ചെയർമാൻ S. ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ D. ദിനേശൻ, ബിനോയ് രാജൻ, വസന്തരാജൻ തുടങ്ങിയവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മൈലക്കൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 50 ഞങ്ങളുടെ ബാലസഭയിലുള്ള 50 അംഗങ്ങൾ വളരെ സജീവമായി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വളരെ വലിയ അസുഖമായ വൃക്ക രോഗത്തിന് ഡയാലിസിസ് ആവശ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ നിന്നും അവർക്ക് ആവശ്യമായ ഡയാലിസിസിന് ആവശ്യമായ ധനസഹായം, ഒരു ധനസമാഹരണം കണ്ടെത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ ഡയാലിസിസ് യൂണിറ്റിന് പണം സമാഹരിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും ബാലസഭയിലുള്ള അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി ഡയാലിസിസ് ആവശ്യമായ രോഗികളെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകളുമായി ഞങ്ങളുടെ മൈലക്കിലെ 435 കുടുംബങ്ങളിലും കയറി ഇറങ്ങി നാണയത്തുട്ടുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാന്യനായ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നാളെ നമ്മുടെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷായിക്ക് കൈമാറും. വാർത്താ സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ, ADS ചെയർപേഴ്സൺ വിമല മുരളീധരൻ, ADS സെക്രട്ടറി വസന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യും മുമ്പ് കുളത്തൂപ്പുഴയിൽ ജലവിതരണ പൈപ്പ് പൊട്ടൽ പതിവാകുന്നു. തുടർച്ചയായ പൈപ്പ് പൊട്ടലിൽ റോഡുകളും കൃഷിയിടങ്ങളും തകരുകയാണ്. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യും മുൻപെയാണ് പൈപ്പ് പൊട്ടൽ നിത്യസംഭവമായത്. ദിവസങ്ങൾക്ക് മുൻപ് ഡിപ്പോയിൽ പൈപ്പ് പൊട്ടി റോഡ് തകർന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കുമരംകരിക്കത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ശക്തമായി ജലം ഒഴുകിയതോടെ ഈ പ്രദേശത്തെ പാതയും പൂർണ്ണമായും തകർന്നു. ഉന്നതമർദ്ദത്തിൽ വെള്ളം പമ്പ് ചെയ്തതിനെ തുടർന്ന് പൈപ്പ് പൊട്ടി ജലം തോട്ടിലൂടെ ഒഴുകുന്നത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളവും ജലസംഭരണ ടാങ്ക് വൃത്തിയാക്കിയതിനു ശേഷം പുറംതള്ളുന്ന മലിനജലവും തോട്ടിലൂടെ ഒഴുക്കുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾ തുണി അലക്കുന്നതടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോട്ടിലേക്കാണ് മലിനജലം ഒഴുക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഇത് മേളിൽ നിന്നുള്ള വെള്ളം ഈ വാൽവ് ഓപ്പൺ ചെയ്യാതെ പൈപ്പ് വഴി അങ്ങാണ്ട് വിട്ടതാണ്. വിട്ടപ്പോൾ നമ്മളെ സ്വതന്ത്ര സ്കൂളിൻ്റെ അവിടെ സംഭവിച്ചതുപോലെ, പക്ഷെ അത് പമ്പ് ചെയ്തോ പൊട്ടി, ഇതല്ലാതെ പൈപ്പ് തുറന്നിട്ടവും പൊട്ടി. ഇതിപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ മൊത്തം ഒരു 6-7 സ്ഥലത്തായിട്ട് ഇതേപോലെ വെള്ളം അങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ച് പുള്ളി ഇവിടെ വന്ന് പുള്ളി നോക്കിയപ്പോഴെല്ലാം ഇവിടെ എല്ലാം താന്നാണ് പോവുക. പിന്നെ ഇതിൽ അടിയിൽ പുള്ളി ഇറങ്ങി ശ്രദ്ധിച്ചായിരുന്നാണ്ട് ഇവിടെ സ്വതന്ത്ര സ്കൂളിൻ്റെ അവിടെ പൊട്ടിയതുപോലെ പൊട്ടിയിരുന്നെങ്കിൽ മേളം വേണോ പൊട്ടിയെങ്കിൽ വീടുകൾ കംപ്ലീറ്റ് പോയേനെ. ഈ വെള്ളം കംപ്ലീറ്റ് ഒലിച്ച് ഈ കലിങ്ങിൻ്റെ അടിയിലാണ് പോകുന്നത്. കലിങ്ങിൻ്റെ അടിയിൽ ഒരു അശാസ്ത്രീയ രീതിയിലാണ് ഈ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് യാതൊരു പ്രതികരണവും ഇല്ല. അവരൊരുമാതിരി നമ്മളെ പരിഹസിക്കുന്ന രീതിയിൽ നിന്നിട്ട് പോവുകയാണ്. ഇവിടെ ഇടയ്ക്ക് പൈപ്പ് കൊണ്ട് നമ്മൾ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചൊരു മേളിൽ കൊണ്ടിറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മടത്തറ നീർത്തട പദ്ധതിയുടെ അന്തിമഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. മുള്ളിക്കാട് വാർഡിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കാണ് തൈകൾ വിതരണം ചെയ്തത്. 2009-2010 സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതി തുടക്കം കുറിച്ചത്. 3 വർഷത്തെ വളർച്ച കൊണ്ട് വിളവെടുക്കാവുന്ന തെങ്ങും തൈകളാണ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ മടത്തറ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ തെങ്ങും തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തെങ്ങിൻ തൈ നിങ്ങൾക്ക് തരുക എന്ന് പറഞ്ഞാൽ അതിന് തെങ്ങും തടം ഉണ്ടാവുമ്പോൾ ആ തടത്തിലേക്കുന്ന വെള്ളം നമ്മുടെ ഭൂമിയിൽ തരികയും തെങ്ങ് നമുക്ക് ആവശ്യമായ ഫലം തരികയും ചെയ്യും. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു കിണറിന്റെ, ഞാൻ ദീർഘമായി സംസാരിക്കും, ഒരു കിണറിന്റെ അടുത്ത് ഒരു വലിയ തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ എണ്ണക്കണക്കുള്ളവർക്ക് അറിയാം. തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ ആ കിണർ പറ്റില്ല. തെങ്ങിന്റെ ഗുണം കൊണ്ടല്ല. ആ തെങ്ങിന് നമ്മൾ വലിയ തടം എടുക്കും.
ഈ തടത്തിൽ വെള്ളം കെട്ടിക്കും. ആ വെള്ളം താരുന്നതാണ് നമ്മൾ അങ്ങനെയുള്ള കിണറുകൾ വെക്കുക. കൃഷി ഓഫീസർ എൽ ഭാസ്കരൻ പിള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസാർ, കൃഷിഭവൻ ജീവനക്കാരായ രാജി, അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് ജേതാവിനെയും വിവിധ പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു. കരിക്കം ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കിയ കരിക്കം സ്വദേശി ദീപക് ജേക്കബിനെ കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങിൽ ഫലകം നൽകി അനുമോദിച്ചു. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ M അഖിൽ, അമ്മു MS, അശോക് RT എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഉളിയനാട് ഈസ്റ്റ് വാർഡംഗം MP സജീവ് സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D സജയ് കുമാർ, വൈസ് പ്രസിഡന്റ് സുമാ കുര്യൻ, ജില്ലാ പഞ്ചായത്ത് ബ്രിജേഷ് എബ്രഹാം, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ പനവേലി, കൊട്ടാരക്കര DYSP MA സുൽമിക്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ റോസ്മലയിൽ ഘട്ടം ഘട്ടമായി വികസനമെത്തിക്കുമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. അംഗൻവാടികളിൽ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തുമെന്നും MP. ചികിത്സാ പിഴവിനെ തുടർന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ആശുപത്രിയിലെ അഴിമതിയും മരണങ്ങളും അന്വേഷിക്കണമെന്നും ആവശ്യം. പത്തനാപുരത്തെ രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച്. മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തത് MLAയുടെ കഴിവുകേടെന്നും ആക്ഷേപം. ചിതറയിൽ 11.82 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് DPC അംഗീകാരം. റോഡ് നവീകരണത്തിനും വികസനത്തിനുമായി 5.5 കോടി രൂപയുടെ അനുമതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.